വീട്ടിലോട്ട് മാറാൻ വേണ്ടിട്ട് അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കേട്ട് മടുത്തില്ല. ഏതായാലും കിച്ചു അവിടെ പഠിക്കും. സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു. അവനവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുവാണ്. ആ ഒരു പയ്യൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, കിച്ചു ആ ഒരു വീഡിയോ മനഃപൂർവ്വമാണോ അപ്ലോഡ് ചെയ്തത്, അതോ ഇനി കിച്ചുവിന് അറിയാതെയാണോ അപ്ലോഡ് ചെയ്തതെന്ന് ഒരുപാട് പേരെ സംശയം ഉണ്ടായിരുന്നു. ശരിക്കും പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തൊരു പരിപാടിയാണ്. അങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാര്യം കിച്ചുവിനോട് പേഴ്സണലി സംസാരിച്ചവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേട്ടാ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലാണ് ആ ഒരു വീട് ഇരിക്കുന്നത്. സോ അവൻ അവിടെ പോകാനും അവൻ അവിടെ നിൽക്കാനും താമസിക്കാനുമുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. അവിടെ ഇപ്പം അട്ടിപ്പേറായിട്ട് വേറെ കുറേ ആൾക്കാർ അവിടെ വന്ന് കിടപ്പുണ്ടല്ലോ. അവരെ കാട്ടിയും കൂടുതൽ അവകാശമുള്ള ഒരു വ്യക്തിയാണ് കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പോൾ അവൻ താമസിക്കേണ്ടത് ആ ഒരു വീട്ടിലാണ്, അല്ലാതെ അവൻ വേറെ എവിടെയല്ല പോയി നിൽക്കേണ്ടത്. എന്തായാലും അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇന്ന് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫിറോസ് ഭായ് ആ ഒരു വീഡിയോയുടെ അവസാന പോർഷനിൽ കിച്ചുവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കിച്ചുവിനെ പേഴ്സണലി വിളിച്ചു എന്നും സംസാരിച്ചു എന്നൊക്കെ പറ്റിയിട്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കേട്ടല്ലോ, അവൻ്റേതായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് എന്ന്. എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഒരുപാട് വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചുവിൻ്റെ അടുത്ത് നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു, പിന്നെ ഈ പറയുന്ന രേണുവിൻ്റെ അച്ഛൻ ആ കിച്ചുവിൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ വോയിസ് ഒക്കെ ഞാൻ കേട്ടു. പക്ഷെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാര്യം നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് വെറുതെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ സംശയം അടിക്കുന്നുണ്ട്. കാര്യം ആ ഒരു പയ്യൻ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. വെറുതെ വന്നിരുന്ന ഇൻ്റർവ്യൂവിനകത്തെല്ലാം എൻ്റെ മോന് എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു വന്നിരുന്ന് തള്ളുവാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇവർക്ക് ഈ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു പയ്യൻ്റെ അടുത്തില്ല. കാര്യം അങ്ങനെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പം തന്നെ ഈ ഒരു പുള്ളി പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ, അവൻ്റേതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് എന്ന്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പയ്യൻ ആ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ചില വാക്കുകൂടെ കേൾക്കാം. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. കറക്റ്റ് അല്ലേ? സുധിയുടെ ഭാര്യയും സുധിയുടെ അമ്മയും പിന്നെ 2 മക്കളും അവിടെ താമസിക്കുന്നതായിരുന്നു ഇവർക്ക് സന്തോഷമെന്ന്. അത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം. അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവരെ എല്ലാവരെയും അവിടെ പിടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് സുധിയുടെ സ്വന്തം മകനെ ആ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ കൈയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അംഗീകരിക്കത്തില്ല. അത് ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നാളത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്, ആ പയ്യൻ വന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പല സാധനങ്ങളും പുറത്തു വരും. അവൻ മിണ്ടാതിരിക്കുന്നത് അവൻ്റെ ഒരു മര്യാദ വെച്ചിട്ടാ. അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ എത്രയോ പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുള്ളവരാണ്. ഇതോടെ കൂടിയിട്ട് ഇവർ ഈ ഒരു പരിപാടി നിർത്തിയെന്ന്. നിർത്താനുള്ള കാരണം മനസ്സിലായല്ലോ, രേണുവിൻ്റെ സംസാരമാണ്. വീട് ചോരുന്നു എന്ന്. അങ്ങനെ എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ പരിഹരിക്കാമെന്നല്ല ഉള്ളൂ. വെറുതെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് പറയേണ്ട വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടോ? മഴ പെയ്യുമ്പം കാറ്റടിച്ച് വെള്ളം അകത്തോട്ട് തെറിക്കുന്നതിനകത്താണ് അവിടെ ചോർച്ചയെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. ഇനി എന്തിനാണ് മെയിൻ്റെനൻസിന് പോകുന്നത്? കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. ആ ഒരു വീട് നിങ്ങൾ പണിഞ്ഞു കൊടുത്തു നല്ല വൃത്തിയായിട്ട്. ആ ഒരു വീഡിയോയുടെ ഹൗസ് ടൂറും കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനൽസിൽ കിടപ്പുണ്ട്. അന്നേരം അവർ ആ വീടിനെ പറ്റി വാതോരാതെയാണ് സംസാരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള വീടാണ്,
ഇതിന് ഒരു കുഴപ്പമില്ല, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രേണു ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റിയിട്ട് വീട് ചോരുന്നു, ഇനി ഞാൻ വാടകയ്ക്ക് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി വന്നിരുന്ന് പറയണത്. പുള്ളിക്കാരത്തിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിനകത്തോട്ട് നമുക്ക് വരാം. ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണത്, ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരനാണ്, മാസംഘടനയുള്ള ആളാണ്. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആരും മെസ്സേജ് അയക്കരുത്. എന്നാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ. മനസ്സ് വിഷമിച്ച ഒരാൾ വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുവാണ്. അതായത് സന്തോഷപൂർവ്വം അത് ആ 2 മക്കളുടെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് പണിഞ്ഞു കൊടുത്ത ഒരു വീടായിരുന്നു. എന്നിട്ട് അവർക്ക് ഈ പറയുന്ന രേണുവിൻ്റെ വായിരിക്കുന്ന കിട്ടുകയും ചെയ്തു. കഷ്ടം തോന്നി. ഇവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലോട്ടൊക്കെ ആയിപ്പോവും. കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഇത്തിരി ബോധം വേണം. ആ ഒരു സ്ത്രീക്കാരെ പറ്റിയിട്ട് യാതൊരു ബോധവും ഇല്ല, അല്ലെങ്കിൽ ഇവരിങ്ങനെ വിളിച്ച് പറയത്തില്ല. ഇനി രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന കാര്യം ഞങ്ങളെ കേൾപ്പിക്കാം. അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കേട്ട് മടുത്ത്. ഏതായാലും കിച്ചു അവിടെ പഠിക്കുമോ കൊല്ലത്ത്. ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല, കുഞ്ഞാണ്. അവന് 5 വയസ്സേ ഉള്ളൂ. 6 വയസ്സായില്ല, 5 വയസ്സിലാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കേട്ടു. ബക്കറ്റ് ദാനവല്ലേടി, ചവിട്ടി ദാനവല്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറെ കേൾക്കുന്നുണ്ട്. ഇപ്പം ദാനമായി കിട്ടുന്നു എന്ന് കേൾക്കുമ്പം എന്തിനാണ് നിങ്ങൾ ട്രിഗർ ആവേണ്ട ആവശ്യം? ഉള്ള കാര്യമല്ലേ പറയണത്. ചില വിവരദോഷികൾ വളരെ മോശമായിട്ടും ചീത്ത വിളിച്ചും നിങ്ങളെ കമൻറ്റ് ഇടുമായിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇപ്പം ദാനം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പം നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഏതൊക്കെ രീതിയിൽ വന്നിരുന്ന ഈ ഒരു വിഷയം പ്രതികരിക്കാം. പക്ഷെ വളരെ മാന്യമായിട്ടാണ് ആ ഒരു മനുഷ്യൻ വന്ന് പ്രതികരിച്ചത്. ഞാൻ ആലോചിച്ച് കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞ് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ. എനിക്കറിയില്ല എന്താ, മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഈ വ്യക്തി തന്നെയാണ് പലവട്ടവും പറയണത്, നെഗറ്റീവ് കമൻസ് കണ്ടാലേ എനിക്ക് കുളിർമ വരത്തുള്ളൂ, നെഗറ്റീവ് കമൻസ് ആണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്നൊക്കെ. ഇപ്പം പറയാം ഞാൻ നൈസായിട്ട് ആ വീട്ടിൽ നിന്ന് മാറുവാണ്. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇവരുടെ ബന്ധുക്കൾ കുറച്ച് ആൾക്കാരൊക്കെ ആ വീട്ടിൽ കയറി കിടപ്പുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു പയ്യനെയും പിന്നെ സുധിയുടെ അമ്മയും കൂടെ ആ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന തരത്തിലാണ് നമ്മൾ പറഞ്ഞത്. അവിടെ രേണുവിനും താമസിക്കാനുള്ള അവകാശവും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ വിഷമം അതായത് നമ്മൾ വളരുന്തോറും നമ്മളെ എങ്ങനെ തളർത്തുക എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരുന്നതിൽ നമുക്കൊക്കെ എന്താണ് പ്രശ്നം? നിങ്ങൾ വളരുന്ന നല്ല കാര്യമല്ലേ. പക്ഷെ നിങ്ങൾ വളർന്നോളൂ. വളരുന്നതിൻ്റെ കൂട്ടത്തിൽ ആ മൂത്ത മകനെ പറ്റിയിട്ടൊക്കെ ഒരു ചിന്ത വേണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വലിയ ആളായിരുന്നോ ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എന്താ പറയുക, എനിക്കൊരാൾ സ്നേഹത്തോടൊരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ പറ്റി ഓർക്കാറുണ്ട്. അവർക്ക് എന്നും നന്ദിയുള്ളവളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്നേഹത്തോടെ ഒരാൾ ഒരു മുട്ടായി തന്നാൽ പോലും ഞാൻ എന്നും അവരെ ആലോചിക്കാറുണ്ട്, ഞാൻ എന്നും ദൈവത്തോട് നന്ദി പറയാറുണ്ട് എന്ന്. ഇവിടെ സ്നേഹത്തോടെ വീട് വെച്ച് തന്നെ ആ ഒരു മനുഷ്യന് കിട്ടിയ അനുഭവം നമ്മളിപ്പോൾ കേട്ടതാണല്ലോ. എന്നിട്ടാണ് രേണു വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും രേണു ഫാൻസ് ഇതൊക്കെ ഒന്ന് കേട്ടുവെച്ചോ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടേ ഇതുപോലെ ഒന്ന് ആകാൻ വേണ്ടിട്ട് എത്താൻ വേണ്ടിട്ട്. പക്ഷെ രേണുവിന്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവും അല്ലേ? രേണുവിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. എന്തിന്റെ പേരിലായിരുന്നു പെട്ടെന്നായിരുന്നത്? സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ പേരിലായിരുന്നു നിങ്ങൾക്കുണ്ടായ വളർച്ച. അല്ലാതെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന കരിയറൊന്നുമല്ല. ഓക്കെ, അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കരിയർ നിങ്ങൾ ഇതുവരെ ബിൽഡ് ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. അറിയില്ല.
ഉണ്ടാവട്ടെ എന്നല്ലാതെ അല്ല ശരി അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനിപ്പോഴും എന്താ പറയാ സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ പേര് മുൻനിർത്തി ഞാൻ ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പം അതിനകത്ത് വരും അവള് സുധിച്ചേട്ടന്റെ പേരെടുത്ത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുധിച്ചേട്ടനെ എന്നും മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും. അപ്പോൾ അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമില്ല ഈ ആൾക്കാർ കരുതുന്ന പോലെ. ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തുമില്ല. ആ വന്ന വഴി തന്നെ പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. വന്ന വഴിയൊക്കെ ഒരുപാട് മറന്നു പോയി രേണു. ഇനി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്തായാലും കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ എന്തെങ്കിലും വന്നൊരു എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടെങ്ങും കൊണ്ടൊന്നും നിൽക്കത്തില്ല. ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.